ഒന്നാമത്തെ ചോദ്യം, സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ ഗിവൺ സെറ്റ് ഓഫ് ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നേപ്പാൾ, ഏഷ്യ, കാഠ്മണ്ഡു ആണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 4 ഫിഗേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് വരുന്നത് ഏഷ്യയുടെ ഉള്ളിലാണ് നേപ്പാൾ, നേപ്പാളിൻ്റെ ഉള്ളിലാണ് കാഠ്മണ്ഡു. അപ്പം ഇവിടെ ഓപ്ഷൻ ബിയിൽ തന്ന രീതിയിലാണ് വരുന്നത്. പുറത്തെ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏഷ്യ, അതിൻ്റെ ഉള്ളത്തെ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നേപ്പാൾ, അതിൻ്റെ ഉള്ളത്തെ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാഠ്മണ്ഡു. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, 8 friends A, B, C, D, E, F, G and H are sitting around a circular table facing each other for a lunch. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 8 ഫ്രണ്ട്സ് ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു സർക്കുലർ ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഇരിക്കുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സി എന്നാണ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡയഗ്രാം അവർ ഇരിക്കുന്ന ഒരു സർക്കുലർ ടേബിൾ പോലെയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് പറയുന്നത് എ ഈസ് ഓപ്പോസിറ്റ് ഓഫ് എഫ് എന്നാണ്. ആൻഡ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി. എയും എഫും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ ഇരുത്തുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എഫിനെ ഇരുത്തണം. രണ്ടാമതൊരു പോയിൻ്റ് പറയുന്നത് ആൻഡ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി. എ ഇരിക്കുന്നത് ബിയുടെ വലത്ത് നിന്നും മൂന്നാമത്തെ ആളായിട്ടാണ്. അപ്പം ബി എ ഇവിടെ ഇരുത്തണം. ഇവിടെ ബി എ ഇരുത്തുമ്പോഴേ വലത്ത് നിന്നും മൂന്നാമത്തെ ആളായിട്ട് എ വരുള്ളൂ. അടുത്ത പോയിൻ്റ് പറയുന്നത് ജി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. ജി ഇരിക്കുന്നത് എഫിൻ്റെയും ഡിയുടെയും ഇടയ്ക്കാണ്. അപ്പം ഇവിടെ ജി എ ഇരുത്തുക. ഇവിടെ ജി എ ഇരുത്തുമ്പോൾ ഇവിടെ ഡി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് എച്ച് ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. എച്ച് ഇരിക്കുന്നത് ഡിയുടെ ലെഫ്റ്റാണ്. അപ്പം ഇവിടെ എച്ചിനെ ഇരുത്തണം. ഇവിടെ എച്ചിനെ ഇരുത്തുമ്പോൾ എച്ച് ഡിയുടെ ലെഫ്റ്റിൽ വരുള്ളൂ. അടുത്തത് ഇ ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എ. ഇ ഇരിക്കുന്നത് സിയുടെയും എയുടെയും ഇടയിലാണ്. അപ്പം ഇവിടെ ഇ എടുത്തണം. ദെൻ ഇവിടെ സി. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കേണ്ടത് ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സി. സിയുടെ റൈറ്റിൽ നിന്ന് മൂന്നാമത് ഇരിക്കുന്ന ആൾ. അപ്പോൾ സിയുടെ റൈറ്റ് ഇങ്ങോട്ടാണ്. അതിൽ ഒന്നാമത്തെ ആൾ ഇ ആണ്, രണ്ടാമത്തെ ആൾ എ ആണ്, മൂന്നാമത്തെ ആൾ എച്ച് ആണ്. സോ സിയുടെ റൈറ്റിൽ നിന്ന് മൂന്നാമത് ഇരിക്കുന്ന ആൾ ഓപ്ഷൻ ഡി എച്ച്. അടുത്ത ചോദ്യം, തന്നിട്ടുള്ള ഈ ഒരു ടേബിളിൽ ക്വസ്റ്റ്യൻ മാർക്കുള്ളടത്ത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നും ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള റിലേഷൻ നോക്കണം. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് റിലേഷൻ നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇവിടെ 5, 15, 6 എന്ന് കൊടുത്തിട്ടുണ്ട്. 7, 5 ക്വസ്റ്റ്യൻ മാർക്ക് 32, 230, 42. പിന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5, 7, 32, 15, 5, 230, 6 ക്വസ്റ്റ്യൻ മാർക്ക് 42. സോ ഇതൊരു റിലേഷൻ വരുന്നത് മുകളിൽ നിന്നും താഴേക്ക് വരുന്ന റിലേഷനാണ്. അതായത് ഇവിടെ വരുന്ന റിലേഷൻ 5 സ്ക്വയർ പ്ലസ് 7, അതായത് 25 പ്ലസ് 7 ആണ് നമുക്ക് 32 കിട്ടുന്നത്. ഇനി ഇവിടെ 15 സ്ക്വയർ പ്ലസ് 5 225 പ്ലസ് 5 ആണ് 230 ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്നത് 6 സ്ക്വയർ പ്ലസ് ഡാഷ് ഈക്വൽ ടു 42. അപ്പോൾ 6 സ്ക്വയർ 36 ആണ്. 36നെ കൊണ്ട് എത്ര കൂട്ടിയാലായിരിക്കും 42 ലഭിക്കുന്നത്? 6 ആഡ് ചെയ്യുമ്പോഴാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്നത് 6 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സം ഗൺസ് ആർ സ്പൈഡേഴ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സം സ്പൈഡേഴ്സ് ആർ പീസൺസ് എന്നാണ് തന്നിട്ടുള്ളത്. ഇനി കൺക്ലൂഷൻസ് നോക്കാം. സം ഗൺസ് ആർ പീസൺസ്. അടുത്ത കൺക്ലൂഷൻ സം പീസൺസ് ആർ ഗൺസ്. തന്നിട്ടുള്ള 4 ഓപ്ഷൻ എ നെയ്തർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. അടുത്തത് ബോത്ത് കൺക്ലൂഷൻ ഫോളോസ്.
ഓപ്ഷൻ സി ഓൺലി കൺക്ലൂഷൻ 1 ഫോളോ, ഓപ്ഷൻ ഡി ഓൺലി കൺക്ലൂഷൻ 2 ഫോളോ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് വെൻ ഡയഗ്രാം വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സം ഗൺസ് ആർ സ്പൈഡേഴ്സ് എന്നാണ്. അപ്പോൾ സം ഗൺസ് ആർ സ്പൈഡേഴ്സ്. ഇവിടെ ഒന്നാമത്തെ റൗണ്ട് ഗണ്ണാണ്, രണ്ടാമത്തെ റൗണ്ട് സ്പൈഡറാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സം സ്പൈഡേഴ്സ് ആർ പീസൻസ് എന്നാണ്. അപ്പോൾ സം സ്പൈഡേഴ്സ് ആർ പീസൻസ്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ നോക്കുന്നത്. ഒന്നാമത്തെ കൺക്ലൂഷൻ സം ഗൺസ് ആർ പീസൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഗണ്ണും പീസൻറ്റും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ ഇല്ല. സോ ഒന്നാമത്തെ കൺക്ലൂഷൻ തെറ്റാണ്. രണ്ടാമത് പറയുന്നത് സം പീസൻസ് ആർ ഗൺസ്, അതും നേരെ പറഞ്ഞതിനെ തിരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും റിലേഷൻ ഒന്നുമില്ല. സോ കൺക്ലൂഷൻ 2 തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെയ്തർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ വേർഡ് വെൻ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് റൈറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ചു. അങ്ങനെ റൈറ്റ് സൈഡിൽ മിറർ വെക്കുകയെന്നുണ്ടെങ്കിൽ മിററിൽ കാണുന്നത് എന്തായിരിക്കും? ഇപ്പോൾ തന്നിട്ടുള്ള 4 ഓപ്ഷൻ നോക്കുക, ഏതായിരിക്കും ശരി ഉത്തരം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരും നോക്കാം. സോ ഫസ്റ്റ് വരുന്നത് എൽ ആയിരിക്കും. എൽ ഇങ്ങനെ വരും. നെക്സ്റ്റ് ഇ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് യു ഇങ്ങനെ തന്നെ വരും. നെക്സ്റ്റ് വരുന്നത് ക്യു ആണ്. ക്യു ഇങ്ങനെ വരുന്നു. ദെൻ നെക്സ്റ്റ് ഇ ആണ്. വീണ്ടും ഇ ഇങ്ങനെ വരുന്നു. ദെൻ ലാസ്റ്റ് എസ് ആണ്. എസ് ഇങ്ങനെ വരുന്നു. അപ്പം ഈ ഒരു രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിൻ്റെ റിലേഷൻ നോക്കിയിട്ട് തേർഡ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർത്ത് ടേം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എ സി ജി ഈസ് ടു ഡി എഫ് ഡി എന്നാണ്. നെക്സ്റ്റ് സി ഐ യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വേർഡ്സ് നോക്കാം. എ സി ജി ഈസ് ടു ഡി എഫ് ഡി ആണ്. സോ എയും ഡി, അത് ഇതിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ വരുന്നത് +3 ആണ്. അതായത് എ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്ററാണ് ഡി വരുന്നത്. നെക്സ്റ്റ് സി എഫ് ആണ്. അപ്പോൾ സി കഴിഞ്ഞിട്ടും മൂന്നാമത്തെ ലെറ്ററാണ് എഫ് വരുന്നത്. ദെൻ അതിലെ ലാസ്റ്റ് വേർഡ്സ് ജിയും ഡിയും ആണ്. അപ്പോൾ ജി -3 ആണ് ഡി വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ റിലേഷൻ. സോ ഇത് നോക്കിയിട്ട് ഇവിടെ സി ഐ യുവിൻ്റെ കണ്ടുപിടിക്കണം. സി കഴിഞ്ഞിട്ട് +3, അതായത് സി കഴിഞ്ഞ് അടുത്ത മൂന്നാമത്തെ ലെറ്റർ വരുന്നത് എഫ് ആണ്. ദെൻ നെക്സ്റ്റ് ഐ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ എൽ ആണ്. ദെൻ യു കഴിഞ്ഞിട്ട് പുറകോട്ട് മൂന്നാമത് വരുന്നത് ആർ ആണ്. സോ എഫ് എൽ ആർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ ഫിഗർ മാർക്ക്ഡ് എക്സ് ഈസ് എംബഡഡ്. അപ്പോൾ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗർ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എയിലാണിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഫിഗർ ഇതാ ഇവിടെ ഇതിലെ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, 22:625 ആണെങ്കിൽ 13 എത്രയാണ്? ഓപ്ഷൻ എ 169, ഓപ്ഷൻ ബി 144, ഓപ്ഷൻ സി 256, ഓപ്ഷൻ ഡി 221. അപ്പോൾ ഇവിടെ 22:625 ലഭിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22 + 3 ദ ഹോൾ സ്ക്വയർ, അതായത് 25ൻ്റെ സ്ക്വയറാണ് 625 ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ 13 വരുന്നത് 13 + 3, അതായത് 3 ആഡ് ചെയ്യുക. 13 + 3 സ്ക്വയറാണ്, അതായത് 16ൻ്റെ സ്ക്വയറാണ് 256 വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ എ സെർട്ടൈൻ കോഡ് അൺഹാപ്പി ഈസ് റിട്ടൺ ആസ് PPYAHNU.
ഹൗ വിൽ ഫാലസി ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അൺഹാപ്പി എന്ന് എഴുതിയിട്ടുള്ളത് PPYAHNU എന്നാണ്. അങ്ങനെയെങ്കിൽ ഫാലസി എങ്ങനെ ഈ ഒരു കോഡിൽ എഴുതും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ള വേർഡ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ആ ഒരു റീഅറേഞ്ചിങ് എങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്പറിങ് ചെയ്യാം. സോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അൺഹാപ്പി എന്നുള്ളത് 1 2 3 4 5 6 7 എന്ന നമ്പർ കൊടുത്തു. സോ അത് വന്നിട്ടുള്ളത് PPYAHNU ആണ്. അതായത് ഫസ്റ്റ് ലെറ്റർ 1 വന്നിട്ടുള്ളത് ഏറ്റവും അവസാനത്തേക്കാണ്. ദെൻ രണ്ടാമത് സെക്കൻഡ് ലെറ്റർ N വന്നിട്ടുള്ളത് അതിന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഒരു വേർഡ് എഫും എയും എന്നുള്ളതിൽ ലാസ്റ്റ് ലെറ്റർ എഫ് ആയിരിക്കും, അതിന് മുന്നേ എ വരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് എച്ചും എയും, ഇവിടെ എച്ചും എയും 3ഉം 4ഉം വരുന്നത് ആ ഒരു ഡിസോർഡറിൽ തന്നെയാണ്. സോ ഇവിടെ എൽ, ഇവിടെയും എൽ എന്ന് വരും. ദെൻ നെക്സ്റ്റ് 5ഉം 6ഉം വരുന്നത്, 5ഉം 6ഉം ഇവിടെ ലാസ്റ്റ് ലെറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാം. സോ 5ഉം 6ഉം ഇവിടെ എയും സിയും ആണ് വരുന്നത്. സോ AC എന്ന് ഇവിടെ കൊടുക്കാം. ദെൻ ഇനി ഇവിടെ ഉള്ളത് ലാസ്റ്റ് ലെറ്റർ 7 ആണ്. 7 ഇവിടെയാണ് വരുന്നത് ഈ ഗ്യാപ്പിൽ. സോ ഇവിടുത്തെ 7th ലെറ്റർ Y ആണ്. ACYLLAF എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് വിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആൻഡ് കംപ്ലീറ്റ് ദ സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീരീസ് വന്നിട്ടുള്ളത് NIX LKV JMT HOR. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ FQO, ഓപ്ഷൻ ബി FQP, ഓപ്ഷൻ സി FQQ, ഓപ്ഷൻ ഡി FOP. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ നോക്കണം. NIX ദെൻ LKV ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സിൻ്റെ റിലേഷൻ നോക്കാം. N കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് L ആണ്, L കഴിഞ്ഞിട്ട് വരുന്നത് J ആണ്, J കഴിഞ്ഞിട്ട് വരുന്നത് H ആണ്. സോ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് വരുന്നത് -2 ഡിഫറൻസിലാണ്. അതായത് Nൻ്റെ മുന്നേ രണ്ടാമത്തെ ലെറ്ററാണ് L വരുന്നത്, Lൻ്റെ മുന്നേ രണ്ടാമത്തെ ലെറ്ററാണ് J വരുന്നത്, Jയുടെ മുന്നേ രണ്ടാമത്തെ ലെറ്ററാണ് H വരുന്നത്. സോ നെക്സ്റ്റ് Hന് മുന്നേ വരുന്ന രണ്ടാമത്തെ ലെറ്റർ F ആണ്. സോ ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ലെറ്റർ F ആയിരിക്കും. ഇനി നടുവിലെ ലെറ്റേഴ്സ് വന്നത് IKMO ആണ്. സോ I കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്ററാണ് K, K കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്ററാണ് M കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്ററാണ് O. സോ O കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ വരുന്നത് Q ആണ്. ഇനി ലാസ്റ്റ് ലെറ്റേഴ്സിൻ്റെ റിലേഷൻ നോക്കാം. XVTR ആണ്. അതായത് അതും -2 ഡിഫറൻസ് ആണ്. എക്സിന് മുന്നത്തെ രണ്ടാമത്തെ വേർഡാണ് V, Vയുടെ മുന്നേ രണ്ടാമത്തെ വേർഡാണ് T, Tയുടെ മുന്നേ രണ്ടാമത്തെ വേർഡാണ് R. സോ Rന് മുന്നേ രണ്ടാമത് വരുന്നത് P ആണ്. സോ നെക്സ്റ്റ് വരുന്നത് ഇവിടെ FQP ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് ദ ഓഡ് നമ്പർ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ ഓഡ് 1 ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 545, ഓപ്ഷൻ ബി 718, ഓപ്ഷൻ സി 415, ഓപ്ഷൻ ഡി 314. അപ്പോൾ ഇതിൽ ഓഡ് 1 ഏതാണ്? സോ ഇതിൽ ഓഡ് 1 ആയിട്ട് കൊടുത്തുള്ളത് ഓപ്ഷൻ എ ആണ്, 545. അത് ഓഡ് 1 ആവാനുള്ള കാരണം ബാക്കിയുള്ള നമ്പേഴ്സിനെല്ലാം സെൻറ്ററിൽ 1 കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അടുത്തുള്ള നമ്പേഴ്സ്, രണ്ട് സൈഡിലുള്ള നമ്പേഴ്സ് അഡ്ജസൻറ്റ് നമ്പേഴ്സാണ്. 3 4 ഇവിടെ വന്നു, 4 5 7 8 ഇവിടെ അഡ്ജസൻ്റ് ആയിട്ട് കൊടുത്തുള്ളത് സെയിം നമ്പറുമാണ്. സോ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ 545. സോ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന SSC GD ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 3 ആണ്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിലെ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.